എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നീട് ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് ചിക്കൻ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ചിക്കൻ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈവശമുള്ള പൊടിച്ച് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിരുമ്പോൾ ഈ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ആ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും ഇതിനെ കോരി മാറ്റാം. എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ചിക്കൻ ഫ്രൈ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ അതേ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം ഈ ഫ്രൈ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞു വരുന്നതായിരിക്കും. ഏകദേശം ഒരു 2 മിനിറ്റോളം എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ അതാ ചിക്കൻ നന്നായിട്ടൊന്നുകൂടി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റിയ ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ അതിൽ നിന്ന് എണ്ണ മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. സോസുകൾ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. സോസൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു കളറിന് വേണ്ടിയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടി നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ സോസും ഇതെല്ലാം കൂടി ഇതിലേക്ക് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.